അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ 55-ാമത്തെ അധ്യായം സൂറത്തുർ റഹ്മാനാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. 6 ആയത്തുകൾ നാം ഇതിനകം പറഞ്ഞു. അൽഹംദുലില്ലാ. ഇന്ന് നമുക്ക് 7-ാമത്തെ ആയത്താണ് പറയാനുള്ളത്, കേൾക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 7-ാമത്തെ ആയത്തിൽ പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ. വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ. വസ്സമാഅ ആകാശത്തെ, റഫഅഹ അവൻ ഉയർത്തി ഉണ്ടാക്കിയിരിക്കുന്നു. വസ്സമാഅ ആകാശത്തെ, റഫഅഹ അവൻ ഉയർത്തി വച്ചിരിക്കുന്നു. വവളഅ അവൻ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. അൽ മീസാൻ തുലാസിനെ. ഈ ആയത്തിൻ്റെ അർത്ഥമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റുബൂബിയ്യത്ത് സ്ഥാപിക്കുവാൻ ആവശ്യമായ ആയത്തുകളെ സംബന്ധിച്ചാണ് ഇതുവരെയുള്ള ആയത്തുകളിൽ പറയുന്നത്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധയും നോട്ടവുമെല്ലാം തിരിക്കുവാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും ആയത്തുകളാക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തിരിച്ചറിയാനും കണ്ടെത്താനും കഴിയാതെ വരുന്ന ഒരാൾക്ക് പാരത്രികമായ ശാശ്വതമായ ജീവിതത്തിൽ കഠിനമായ ശിക്ഷകൾ നൽകുമെന്ന് പറയുന്നത്. കാരണം ഏതു മനുഷ്യനും, അവൻ ഏത് കഴിവുള്ള ആളാവട്ടെ, ഏത് കഴിവില്ലാത്ത ആളാവട്ടെ, അയാൾക്ക് ചിന്തിക്കാനുള്ള വിഷയങ്ങൾ അല്ലാഹു ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ആ വിഷയങ്ങളിൽ, ഏതു വിഷയങ്ങളിൽ കയറിയും അവന് പരമമായ സൃഷ്ടാവ് എന്ന സത്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യും. അതിനൊരു പരസഹായം പോലും ഒരുപക്ഷെ ആവശ്യമില്ല. എന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വേണ്ട വിധത്തിൽ വിശദീകരിച്ചും വ്യാഖ്യാനിച്ചും നൽകാൻ വേണ്ടി 1.25 ലക്ഷം പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. 4 കിതാബുകൾ നൽകി. അപ്പോൾ സഹജാവബോധത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ആയത്തുകൾ പ്രപഞ്ചത്തിൽ നിറച്ചു വെച്ചു. അതും പോരാഞ്ഞിട്ട് 1.25 ലക്ഷം പ്രവാചകന്മാരെ അയച്ചു. മാത്രമല്ല 4 കിതാബുകളും അല്ലാഹു നൽകി. ഇതെല്ലാം ഇഖാമത്തുൽ ഹുജ്ജത്താണ്. അല്ലാഹുവിന് തൻ്റെ അടിമകളായ മനുഷ്യരെ ശിക്ഷിക്കുവാനും രക്ഷിക്കുവാനും വേണ്ട ന്യായം. ഒരാളെ അല്ലാഹു സ്വർഗത്തിലിടുകയാണ് എങ്കിൽ അതിൻ്റെ ന്യായം ഇതാണ്. അല്ലാഹു നൽകിയ ഈ ആയത്തുകൾ, തിരിച്ചറിവിനുള്ള മാർഗങ്ങൾ അതാണ് ഉപയോഗപ്പെടുത്തി. അങ്ങനെ അല്ലാഹുവിനെ, സൃഷ്ടാവിനെ അവൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവന് മനസ്സിൽ സങ്കല്പിക്കാൻ പോലും ഇപ്പോൾ കഴിയാത്ത അനുഗ്രഹങ്ങൾ കുത്തിനിറച്ച സുഖലോക സ്വർഗം അല്ലാഹു നൽകുന്നു. അതേസമയം സ്വന്തം വിരൽത്തുമ്പിൽ പോലും ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്ന വലിയ അത്ഭുതമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് മാത്രമെങ്കിലും അവൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ അവന് പരമമായ സത്യത്തിൽ എത്തിച്ചേരാൻ കഴിയുമായിരുന്നു. എന്നിട്ടും അവൻ അത് ചെയ്തില്ല, അത് അവഗണിച്ചു. അപ്പോൾ പിന്നെ അവനെ അദാബുൻ ലാ യുഅദ്ദിബുഹു അഹദ്, ഒരാളും ശിക്ഷിക്കാത്ത വിധത്തിൽ അല്ലാഹു അവനെ ശിക്ഷിക്കും. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഹ്മാനിൽ ഇനി ചൂണ്ടിക്കാണിച്ചു തരുന്ന
ആയത്ത് ആകാശമാണ്. പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ, നമുക്ക് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ ഒരു സൃഷ്ടിയിലേക്ക് അല്ലാഹു നമ്മുടെ ശ്രദ്ധയെ ഈ ആയത്തിലൂടെ തിരിച്ച് വിടുകയാണ്. ആകാശം എന്ന് പറയുന്നത് വലിയ ശാസ്ത്രജ്ഞന്മാർക്കോ ഒരുപാട് സയൻറ്റിഫിക്കൽ നോളജ് ഉള്ളവർക്കോ മാത്രം അറിയാവുന്ന ഒരു കാര്യമല്ല. ചിന്തിക്കാൻ തയ്യാറാകുമെങ്കിൽ ഏതൊരു മനുഷ്യനും ഒരുപാട് ചിന്തിക്കാനുള്ള വക നൽകുന്ന ഒരു സംഭവമാണ് ആകാശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രാവശ്യം ആകാശത്തെക്കുറിച്ച് പല രൂപത്തിലായി പറയുന്നുണ്ട്. വ്യാഖ്യാതാക്കൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ 310 പ്രാവശ്യം, മൊത്തം 310 പ്രാവശ്യം വിശുദ്ധ ഖുർആനിൽ ആകാശം എന്ന പ്രയോഗം വരുന്നുണ്ട്. മാത്രമല്ല ആ 110-ൽ 130 പ്രാവശ്യവും സമാ എന്ന ഏകവചനമായും 190 പ്രാവശ്യം സമാവാത്ത് എന്ന ബഹുവചനവുമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ആകാശത്തെപ്പറ്റി പറയുന്നിടത്തെല്ലാം പറയുന്നത് അതിൻ്റെ മനോഹാരിത, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ചിന്തിച്ച് നോക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കുകയില്ല എന്ന രൂപത്തിലല്ല, മറിച്ച് നമ്മൾ പറയാറില്ലേ, സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് അല്ലാഹു ഒരുപാട് ആയത്തുകളിൽ ആകാശത്തെ പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ, ഭൂമിയെ ഒരു വിരിപ്പാക്കിയവൻ, ആകാശത്തെ അതിനു മുകളിലുള്ള ഒരു കെട്ടിടമാക്കിയവൻ. മാത്രമല്ല വഅൻസല മിനസ്സമാഇ മാഅ, ആ ആകാശത്തിൽ നിന്നവൻ വെള്ളം ഇറക്കി, ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് അന്നമെന്ന നിലക്ക് അല്ലാഹു സമറാത്തിനെ, വിവിധ ഫലവർഗങ്ങളെ നൽകുകയും ചെയ്തു. ഇവിടെ ആകാശത്തെ സംബന്ധിച്ച് പറയുന്നത് ആ ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കിയെന്നാണ്. ആ വെള്ളം മനുഷ്യൻ്റെ അടിസ്ഥാന ജീവിത ആവശ്യമായ അന്നം, അതിൻ്റെ പ്രധാന ഘടകമാണ്, അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാനുള്ള ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകളുടെ ഏറ്റവ്യത്യാസത്തിലും, വൽ ഫുൽക്കില്ലത്തി തജ്രീ ഫിൽ ബഹർ, സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുകളിലും, ബിമാ യൻഫഉന്നാസ്, ജനങ്ങൾക്ക് പ്രയോഗമുള്ള കാര്യങ്ങളുമായിട്ട്, വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിമ്മാ, ആകാശത്തിൽ നിന്ന് അല്ലാഹു ഇറക്കിയ വെള്ളത്തിലും, എന്നിട്ടോ ആ വെള്ളം ഇറക്കിയിട്ട് ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, ചത്തുപോയ ഭൂമിയെ ആ വെള്ളം കൊണ്ട് അവൻ ജീവിപ്പിക്കുന്നു. വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ, അല്ലാഹു സൂറത്തുൽ ബഖറയുടെ 164 ഈ ആയത്തിൽ തുടർന്ന് ഈ പ്രപഞ്ചത്തിൽ അവൻ വിധാനിച്ചിരിക്കുന്ന ഒരുപാട് അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ പറഞ്ഞിരിക്കുന്നു. എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യൻ്റെ ചിന്താമണ്ഡലത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വലിയ ചിന്താ വിഷയമായിക്കൊണ്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ പിന്നെ വളരെ അടുത്ത കാലത്ത് മാത്രം ശാസ്ത്രലോകം കണ്ടെത്തിയ പല കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ ഇതേപോലെ പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് സൂറത്തുൽ അൻആമിലെ 125 ആയത്ത് നമുക്ക് നോക്കാം. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം വമൻ യുരിദ് അൻ യുളില്ലഹു യജ്അൽ സദ്റഹു ലയ്യഖൻ ഹറജ. അല്ലാഹുവിടെ പറയുന്നത്,
ഒരാളെ അള്ളാഹു ഹിദായത്തിലാക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഇസ്ലാമിന് വേണ്ടി അവൻ്റെ മനസ്സിനെ വിശാലമാക്കി കൊടുക്കും. അതേസമയം ഒരാൾ പിഴച്ചു പോകണമെന്നാണ് അള്ളാഹുവിൻ്റെ അസലിയായ തീരുമാനമെങ്കിൽ അവൻ്റെ മനസ്സിനെ അള്ളാഹു ഇടുങ്ങിയതാക്കും. ഒന്നും കടക്കാത്ത, ഒരു വെളിച്ചവും കടന്നു ചെല്ലാത്ത ഇടുങ്ങിയ ഒന്നാക്കി മാറ്റണം. അവിടെ വിശാലത, സന്മാർഗികൾക്ക് ലഭിക്കുന്ന വിശാലത അതെത്രമാത്രം വലുതാണ് എന്ന് പറയേണ്ടതില്ല. കാരണം അത് വിശാലതയാണ്. അതേസമയം ദുർമാർഗികളായ ആൾക്കാർക്ക് അള്ളാഹു വിധിച്ചിരിക്കുന്നത് മാനസികമായ ഈ കുടുസിനെയാണ് എന്ന് പറയുമ്പോൾ അതെത്രമാത്രം വലുതായിരിക്കും എന്നല്ലാഹു തുടർന്ന് പറയുന്നുണ്ട്. കഅന്നമായ സഅദു ഫിസ്സമാ, ആകാശത്തിലേക്ക് കയറുന്നവനെ പോലെ. ആകാശത്തിലേക്ക് കയറുന്നവൻ പ്രാണവായുവിൻ്റെ കുറവ് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നത് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ഒരിക്കലും ഒരാൾക്കും അറിയുമായിരുന്നില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കോ നബി തങ്ങളുടെ കാലഘട്ടത്തിനോ അന്നുണ്ടായിരുന്ന ശാസ്ത്ര ചിന്തകൾക്കോ ഒന്നും ഊഹിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. കാരണം ഈത്തപ്പനയുടെ മുകളിൽ കയറും, കുന്നുകളുടെയും മലയുടെയും മുകളിൽ കയറും എന്നത് വിട്ടാൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ഉയരത്തിലേക്ക് കയറാനുള്ള ഒരു സാധ്യതയോ കയറേണ്ട ഒരാവശ്യമോ അന്ന് മനുഷ്യകുലത്തിനുണ്ടായിരുന്നില്ല. അങ്ങനെ കയറാനുള്ള ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഉപരിലോകത്തേക്ക്, അല്ലെങ്കിൽ ഈ ഇത്രയും ഉയരത്തിലേക്ക് കയറുമ്പോൾ ഓക്സിജന്റെ കുറവ് അനുഭവപ്പെടുമോ എന്നതറിയാൻ മാർഗമുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ആസ്ട്രോണമി വല്ലാതെ വികാസം പ്രാപിച്ചു. ഈ അടുത്ത കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഓരോ രാജ്യങ്ങളും വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായ ഗ്രഹങ്ങളിലേക്കും ഉപഗ്രഹങ്ങളിലേക്കും വിക്ഷേപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മാത്രമല്ല, നമുക്കിപ്പോൾ വളരെ അടുത്ത കാലത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ അന്തരീക്ഷം എന്ന് പറയുന്ന ഈ ശ്വസന വായുവിൻ്റെ ഒരു പരിധിയുണ്ട്. ആ പരിധിയുടെ അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നാം ശ്വസിക്കാനുള്ള ഓക്സിജൻ വേറെ കയ്യിൽ കരുതണമെന്നത്. ഇതൊരു വലിയ ശാസ്ത്രമല്ല. ഇതൊരു ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ലഘുവായ ഒരു ശാസ്ത്രീയ സത്യമാണ്. അപ്പം അതുകൊണ്ട് ആകാശത്തിലേക്ക് ഉയരും തോറും വായുവിൻ്റെ കുറവ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും തുടങ്ങിയ ശാസ്ത്രീയ സത്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യത്തിലുണ്ട്. പിന്നെ ആകാശം എല്ലാ മനുഷ്യന്മാർക്കും അറിയാം, അത് വലിയൊരു മനോഹാരിതയാണ്. പകൽ സമയങ്ങളിൽ അത് ഏറെ ആകർഷകമായ രൂപത്തിൽ നീല നിറം സ്വീകരിച്ച് നമ്മെ ആനന്ദിപ്പിക്കുന്നു, കണ്ണുകളെയും മനസ്സുകളെയും ആനന്ദിപ്പിക്കുന്നു. രാത്രിയാകുമ്പോഴേക്ക്, സൂര്യൻ്റെ പ്രഭ മങ്ങുമ്പോഴേക്ക് ആകാശത്തിലുടനീളമുള്ള നക്ഷത്രങ്ങൾ കണ്ണു തുറക്കുന്നു. അങ്ങനെ ആകാശം ഏറ്റവും മനോഹരമായ, നയനാനന്ദകരമായ ഒരു സിനാരിയോ ആയി മാറുകയാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം സൂറത്തുൽ ഹിജ്റിലെ 16-ാമത്തെ ആയത്തിൽ ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വജഅൽനാ ഫിസ്സമാഇ ബുറൂജ വസയ്യനാഹാ ലിന്നാളിരീൻ. ആകാശത്തിൽ നാം രാശിമണ്ഡലങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. ഓരോ നക്ഷത്രത്തിനും വരാനും പോകാനും തിരിച്ചെത്താനുമുള്ള കൃത്യമായ ഭ്രമണപഥങ്ങളും ഭ്രമണ സമയങ്ങളും അതിൻ്റെ വേഗതയുമെല്ലാം നാം നിശ്ചയിച്ചു വച്ചിരിക്കുന്നു. സയ്യന്നാഹാ ലിന്നാളിരീൻ, അത് കാണുന്നവർക്ക് അലങ്കാരമാക്കി കൊടുത്തിരിക്കുന്നു. പിന്നെ ആകാശം ചെയ്യുന്ന വലിയ ഒരു ദൗത്യമുണ്ട്.
എന്താണെന്നറിയാമോ? മുകളിൽ നിന്ന് വരുന്ന മനുഷ്യന് അപകടകരമായ, അവൻ്റെ ആരോഗ്യത്തിന് ഭീഷണിയായ പലതിനെയും തടഞ്ഞു നിർത്തുന്നുണ്ട്. അള്ളാഹു അത്തരമൊരു കാര്യത്തിലേക്ക് നേരത്തെ സൂചന നൽകിയിട്ടുണ്ട്. ഓസോൺ പാളി, അതുപോലെ തന്നെ വ്യത്യസ്തമായ ആകാശത്തിൻ്റെ ലെയറുകൾ എല്ലാവർക്കും അറിയാം. അങ്ങനെയെല്ലാം ഉള്ള ഈ അന്തരീക്ഷം ഒരുപാട് ലെയറുകളാണ്, ഒരുപാട് പാളികളാണ് എന്ന വിഷയം നമ്മൾ ഏറ്റവും അവസാനമാണ് മനസ്സിലാക്കിയത് ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ. പക്ഷെ അള്ളാഹു നേരത്തെ അത് പറഞ്ഞു വെച്ചു. സംരക്ഷിതമായ ഒരു തട്ടാക്കി മാറ്റിയിരിക്കുന്നു നാം ആകാശത്തെ. എന്നിട്ടും വഹും അൻ ആയാതിനാ മുഅ്രിളൂൻ. മറ്റൊരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സത്യത്തിൽ ശാസ്ത്രം പറയുന്നത് ആകാശം എന്ന ഒന്നില്ല എന്നാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങളൊക്കെ തന്നെയും വളരെ ശക്തിയുള്ള, വളരെ ബലിഷ്ഠമായ ഒരു സൃഷ്ടിയാണ് ആകാശമെന്നാണ് പറയുന്നത്. അള്ളാഹു പറയുന്നു സൂറത്തു ദാരിയാത്തിലൂടെ 47-ാമത്തെ ആയത്തിൽ, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. പിന്നെ ആകാശത്തിൻ്റെ ഏതു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആകാശം എന്ന് പറയുന്നത് ഒരു പദാർത്ഥമാണ്, വളരെ ബലിഷ്ഠമായി ഉണ്ടാക്കി ഉയർത്തി വച്ചിരിക്കുന്ന ഒന്നാണ്. വിശുദ്ധ ഖുർആനിൽ നമ്മളിപ്പോൾ സൂറത്തുർ റഹ്മാനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തിൻ്റെ ആശയവും അത് തന്നെയാണല്ലോ. ശാസ്ത്രം പറയുന്നത് പോലെ ശൂന്യതയാണ്, ആ ശൂന്യതയെ നാം ആകാശം എന്ന് വിളിക്കുകയാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം അള്ളാഹു സൂറത്തുർ റഹ്മാനിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന ആയത്തിൽ തന്നെ പറഞ്ഞത് വസ്സമാഅ റഫഅഹാ എന്നാണ്. ആകാശത്തെ അവൻ ഉയർത്തി വച്ചിരിക്കുന്നു. അപ്പം അതൊരു മെറ്റീരിയലാണ്, ഒരു പദാർത്ഥമാണ്, ഒരു മാറ്ററാണ്. മാത്രമല്ല വജഅൽനാ അസ്സമാഅ സഖ്ഫൻ മഹ്ഫൂള, നേരത്തെ പറഞ്ഞു തട്ടുകളാണ്. അതൊക്കെ അന്തരീക്ഷത്തിലെ വ്യത്യസ്തങ്ങളായ സ്ഫിയറുകളെ സംബന്ധിച്ച് പറയുന്ന ശാസ്ത്രീയ പാഠങ്ങളുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതെല്ലാം അത്തരത്തിലുള്ള ആകാശത്തിൻ്റെ ഓരോ തട്ടുകളാണ് എന്ന്. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ, ഏത് കാഴ്ചയുള്ളവൻ്റെയും കണ്ണിന് മുമ്പിൽ കാണുന്നൊരു വലിയ അത്ഭുതം, നമ്മുടെ ഈ പ്രപഞ്ചത്തെ വകഞ്ഞു നിൽക്കുന്ന, വലയം ചെയ്തു നിൽക്കുന്ന ഈ ആകാശം, ഇത്രയും വലിയ ഭീമാകാരമായ ഒരു സൃഷ്ടി, ആ സൃഷ്ടി ഒരു തൂണുപോലുമില്ലാതെയാണ് നിൽക്കുന്നത്, നിർത്തിയിരിക്കുന്നത് അതിനെ എന്നത്. അല്ലാഹു അക്കാര്യം ഇങ്ങനെ പറയുന്നു, ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന, നിങ്ങൾക്ക് ഗോചരീഭവ്യമല്ലാത്ത, നിങ്ങൾക്ക് ഗോചരീഭവ്യമായ തൂണുകളുടെ സഹായമില്ലാതെ ഇത്രയും വലിയ ആകാശത്തെ അവൻ പടുത്തുയർത്തിയിരിക്കുന്നു. മാത്രമല്ല അത് വീഴാതിരിക്കാൻ അവൻ്റെ കാവലാണുള്ളത്. സൂറത്തു ഫാത്തിറിലെ 41-ാമത്തെ ആയത്ത് നോക്കൂ. ഇന്നല്ലാഹ യുംസിക്കുസ്സമാവാതി വൽ അർള അൻ തസൂലാ. അല്ലാഹു ആണ് ഭൂമിയും ആകാശങ്ങളും തെന്നാതിരിക്കാൻ, ഇളകാതിരിക്കാൻ പിടിച്ചു നിൽക്കുന്നത് എന്ന്. ഇത് ഏതാനും ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ആ ഉദാഹരണങ്ങൾ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ ചിന്തിപ്പിക്കുവാൻ വേണ്ട ആയത്തുകൾ നിറച്ച പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് നമ്മെ ചിന്തിപ്പിക്കാൻ വേണ്ടി ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരായത്താണ് ആകാശം എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ വളരെ കൃത്യമായ രൂപത്തിൽ തട്ടുകളാണ്, അത് ബലിഷ്ഠമാണ്, അത് അലങ്കൃതമാണ്, മനോഹരമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായ രൂപത്തിൽ പരാമർശിച്ചിരിക്കുന്നു. നമ്മൾ കണ്ടല്ലോ. ഇനി നമ്മൾ പറയാത്ത എത്രയോ കാര്യങ്ങൾ ആ വിഷയത്തിലുണ്ട്. സമയദൈർഘ്യം ഭയന്നുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോവാത്തത്. ഏതായിരുന്നാലും അങ്ങനെ കൃത്യമായി കാര്യങ്ങൾ പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ എക്കാലത്തെയും ശത്രുക്കളായ യുക്തി ചിന്തകരെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാതെ അസ്വസ്ഥരാകുന്നുണ്ട്. കാരണം
അവർ വിചാരിക്കുന്നത് അവരാണ് ഏറ്റവും വലിയ ശാസ്ത്രത്തിൻ്റെ ആൾക്കാരെന്നാണ്. അപ്പോൾ അവരുടെ ശാസ്ത്രീയമായ അവബോധങ്ങളെപ്പോലും മറികടക്കുന്ന വിധത്തിൽ ഇത്തരം പരാമർശങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ ഒരു പ്രവാചകൻ പറഞ്ഞു, ആ പ്രവാചകൻ കൊണ്ടുവന്ന ഗ്രന്ഥം ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമാണ് ഈ അസ്വസ്ഥതയെല്ലാം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ ഇത്തരം പരാമർശങ്ങൾ അബദ്ധങ്ങളാണ് എന്ന് അവർ പറയാറുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എത്രമാത്രമാണ് എന്നതുകൂടി നമുക്ക് ഈ പഠന സഞ്ചാരത്തിൽ പരിശോധിക്കാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ. അതുവരേക്കും അസ്തൗദിഅക്കുമുല്ലാഹ ദീനക്കും വ അമാനാത്തിക്കും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.